ആരാണ് ഈ ശിവൻ? നമ്മുടെ ശത്രുവാണ്. അവനോടുള്ള പ്രതികാരമാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ വേർപെടുത്തിയ ശിരസ് ആരുടേതാണ്? പിതാശ്രീയുടെ. ആരാണ് ഇത് ചെയ്തത്? അതേ ശിവൻ തന്നെ. മതി, മതിയാക്കൂ. നിന്റെ മായയാൽ സതിയെ കബളിപ്പിക്കാനാവില്ല. മായാവി ശിവ, നമ്മുടെ മനസ്സിനെ നിനക്ക് നിയന്ത്രിക്കാനാവില്ല. പിതാശ്രീ സത്യമാണ് പറഞ്ഞത്. നീ മായാവിയാണ്, നീ മായയാണ്. കേൾക്കുന്നുണ്ടോ? നീ മായയാണ്. സതി, ജ്യേഷ്ഠത്തെ, ആരോടാണ് നീ സംസാരിക്കുന്നത്? ജ്യേഷ്ഠത്തെ, അത് സതി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. മനസ്സിലായി. ആരാണ് നമ്മുടെ ഇളയ സഹോദരിയുടെ ഹൃദയത്തെ സ്വന്തമാക്കിയത്? സതിയുടെ ഹൃദയത്തെ സ്വന്തമാക്കുക അത്ര സരളമല്ല. പക്ഷേ അവിടത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ആരോ സ്വന്തമാക്കിയെന്ന് തോന്നിയത്? നമ്മുടെ പ്രിയ സഹോദരി, ഒരാൾ സ്വയം സംസാരിക്കുക എന്നാൽ അതിനർത്ഥം സ്വപ്നം കാണുക എന്നാണ്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ മുഖത്ത് പ്രത്യേക തരം തിളക്കമുണ്ടാകുന്നത്, അതും ഏത് ആശങ്കയുടെ നിമിഷത്തിലാണെങ്കിൽ പോലും സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത്? നമുക്കങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ മനസ്സിനുള്ളിൽ കേവലം പ്രതികാരം മാത്രമാണ്. പ്രതികാരമോ? അതെ ജ്യേഷ്ഠത്തി, നമുക്ക് പ്രതികാരം ചെയ്യണം. അതിനായി നാം അവനെ അന്വേഷിച്ചു പോവുകയും ചെയ്തതാണ്. ആരെയാണ് അന്വേഷിച്ചു പോയത്? അത് മായാവി ശിവനെ. കാണാൻ സാധിച്ചില്ല, പക്ഷെ കണ്ഠത്തിൽ സർപ്പവും രുദ്രാക്ഷമാലയും ഉണ്ടായിരുന്നു. കണ്ഠത്തിൽ സർപ്പമോ? മറ്റെന്താണ് അവിടെ സംഭവിച്ചത്? ജ്യേഷ്ഠത്തി, അവൻ നമ്മുടെ ജീവൻ രക്ഷിച്ചു. പക്ഷെ നമുക്കറിയാം എന്തിനാണ് അങ്ങനെ പ്രവർത്തിച്ചതെന്ന്. ആ മായാവിക്ക് നമ്മെ സ്വാധീനിക്കാൻ വേണ്ടി. പക്ഷെ നമ്മെ അവന് സ്വാധീനിക്കാനുമാവില്ല, ഭയപ്പെടുത്താനുമാവില്ല. അവിടത്തേക്ക് അറിയോ ജ്യേഷ്ഠത്തി, അവൻ മറഞ്ഞിരിക്കുന്ന ഇടം നമുക്കറിയാം. എത്രയോ വട്ടം നാം അന്വേഷിച്ചു പോയതാണ്. പക്ഷെ പിന്നെ ഒരിക്കലും അവനെ കാണാൻ സാധിച്ചില്ല. അറിയില്ല എവിടേക്കാണ് മറഞ്ഞതെന്ന്. പക്ഷെ ഇന്നല്ലെങ്കിൽ മറ്റൊരിക്കൽ നാം അവനെ തീർച്ചയായും കണ്ടെത്തും. നീ ഈ വിഷയം പിതാശ്രീ അറിയിച്ചിരുന്നോ? ഇല്ല ജ്യേഷ്ഠത്തി. നാം അവനെ കണ്ടെത്തിയാൽ അവന് ശിക്ഷ നൽകുന്നതിനായി സ്വയം പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പുത്രിയെ ഓർത്ത് അഭിമാനവും തോന്നും, അദ്ദേഹത്തിന്റെ പ്രതികാരവും പൂർണ്ണമാകും. പക്ഷെ നമുക്ക് നിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് പിതാശ്രീ അറിയിച്ചേ മതിയാകൂ സതി. ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് മിത്രമേ? കാരണം ഇതാണ്, സ്നേഹവും വെറുപ്പും തമ്മിൽ അധികം വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. രണ്ടിലും വ്യാകുലത ഉണ്ടാകാറുണ്ട്. സ്നേഹത്തിൽ സ്നേഹിക്കുന്നവരെ കാണാനുള്ള വ്യാകുലത, വെറുപ്പിൽ ശത്രുവിനോട് പ്രതികാരം ചെയ്യുവാനുള്ള വ്യാകുലത. സതിയും വ്യാകുലതയിലാണ്. അവളുടെ ഉള്ളിലുള്ള വ്യാകുലത തിരിച്ചറിയുവാനായി സതിക്ക് ഈ അവസരത്തിൽ സദാ തന്റെ കൺമുന്നിൽ ശിവനെ മാത്രമാകും ദർശിക്കാൻ സാധിക്കുക. ഒരു നിമിഷം പോലും അതിൽ മാറ്റമുണ്ടായില്ല. ശിവൻ അവളുടെ മനസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു.
അദ്ദേഹത്തിന്റെ മേൽ അവൾക്കുണ്ടായ ആകർഷണം അവൾക്ക് താങ്ങാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം ദേവി ഖ്യാതിയുടെ താക്കീതിന് ശേഷവും അദ്ദേഹത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. പിതാശ്രീ, സതിയോടുള്ള സ്നേഹത്താൽ അവിടുന്ന് സതിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല പുത്രി. മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ തുല്യമായാണ് സ്നേഹിക്കുക. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അവൾ അങ്ങയുടെ ശത്രു ശിവനെ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ തിരയുന്നതിനായി വീണ്ടും വീണ്ടും ഹിമാലയത്തിന് സമീപമുള്ള കാട്ടിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, നമ്മുടെ സതി നാം നൽകിയ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ല. പക്ഷെ അവൾ അത് ചെയ്തു കഴിഞ്ഞു പിതാശ്രീ. മാത്രമല്ല, ഈ രാത്രി തന്നെ അവൾ അദ്ദേഹത്തെ തിരഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല. സതി, പുത്രി സതി, ഇതെങ്ങനെയാണ് സംഭവിക്കുക? സതി നമ്മോട് പറയാതെ എങ്ങും പോകാറില്ല. ഖ്യാതി, നീ ഈ പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഏറ്റവും വലിയ തെളിവ് ഇതാണല്ലോ പിതാശ്രീ, ഈ സമയത്ത് അവളെ മുറിയിൽ കാണുന്നില്ല എന്നത്. സ്വാമി, അങ്ങ് സമാധാനമായി ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചാലും. ഇത് ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നം തന്നെയാണ്. നാം ഏതു പുത്രിയാണോ ഇത്രയും സ്നേഹവും ജ്ഞാനവും സംസ്കാരവും നൽകി വളർത്തിയത്, അവൾ ഇന്ന് നമ്മോട് പറയാതെ ആ അഘോരിയായ ശിവനെ കാണാൻ പോയിരിക്കുകയാണ്. സതിക്കുണ്ടായിരിക്കുന്നത് വെറും ഭ്രമമാണ്. അവൾ നമ്മുടെ സാന്നിധ്യത്തിൽ നിന്നും വളരെ അകലെയാണ്. സൈനികരെ, കാടിന്റെ ദക്ഷിണ ഭാഗത്തേക്ക് കടന്ന് കൈലാസത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തു. ശിവ, നീ ആരാണെങ്കിലും ഭ്രമമോ മായയോ ആണെങ്കിലും മുന്നിലേക്ക് വരൂ. ഈ ഓടിച്ചുകളി അവസാനിപ്പിക്കൂ. മുന്നിലേക്ക് വരൂ ശിവ, മുന്നിലേക്ക് വരൂ. നീ നിന്നെ എത്ര ശാന്തനായി ചിത്രീകരിച്ചാലും നമ്മുടെ പ്രതികാരത്തെ അടക്കാനാകില്ല. നീ സതിയെ നേരിട്ടേ മതിയാകും. മുന്നിലേക്ക് വരൂ. എന്ത് സംഭവിച്ചു? വീണ്ടും ഗുഹയിൽ മറഞ്ഞുവോ? നമ്മെ നിനക്ക് ഭയമാണോ? പറയൂ, മുന്നിലേക്ക് വരൂ. മുന്നിലേക്ക് വരൂ ശിവ. മനസ്സിലായി, നീ അങ്ങനെ വരില്ല. സഹായം ചെയ്യുവാനുള്ള അവസരമാണ് വേണ്ടതല്ലേ? സ്വയം ദയാലുവാണെന്ന് തെളിയിക്കണം.
ശരി, നാം നിനക്ക് അവസരം നൽകുകയാണ്. നാം സ്വയം ആപത്തിലേക്ക് നീങ്ങുകയാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ശിവ? നമ്മെ രക്ഷിക്കാൻ വരൂ, 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 നമ്മെ സഹായിക്കൂ. വരൂ ശിവ, നാം അപകടത്തിലാണ്, നാം അപകടത്തിലാണ് ശിവ. എല്ലാ തവണയും പോലെ അവർ കണ്ടുമുട്ടി. പക്ഷെ ഇത്തവണ ശിവൻ പ്രപഞ്ചത്തോടുള്ള വിരക്തിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വേദനയാൽ നിറഞ്ഞിരുന്നു, സതിയുടെ ഹൃദയം പ്രതികാരഭാവത്താലും. സതി, കാപാലികനായ ശിവ, പ്രജാപതി ദക്ഷൻ നിന്നെ വിലക്കുകയാണ്. നമ്മുടെ പുത്രിക്കൊന്നും സംഭവിക്കാൻ പാടുള്ളതല്ല. അവളിൽ നിന്നും അകലം പാലിക്കൂ. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പുത്രിക്ക് അപകടമുണ്ടാവുകയാണെങ്കിൽ അനർത്ഥമുണ്ടാകുന്നതാണ്. അനർത്ഥം. സതി,
പുത്രി, കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രജാപതി ദക്ഷ, ദദീജിയുടെ ആശംസകൾ സ്വീകരിച്ചാലും ഇത് മഹാദേവന്റെ ഇടമാണ്. ഇവിടേക്ക് അങ്ങ് എന്തിനാണ് വന്നത്? മഹർഷി ദദീജി അവിടുന്ന് നമ്മെ ഭീഷണിപ്പെടുത്തുകയാണോ? പ്രജാപതി ദക്ഷനെ, ഈ കാണുന്ന സ്ഥലങ്ങളും ഈ കാണുന്ന ലോകവും പ്രജാപതി ദക്ഷന്റേതാണ്. പ്രജാപതി ദക്ഷന്റേതാണ്. പ്രജാപതി ദക്ഷന്റേതാണ്. അവിടുന്ന് മറന്നു പോകുന്നു. അവിടുത്തെ സാമ്രാജ്യം ത്രിദേവന്മാരുടെ അധീനതയിലുള്ള ഇടങ്ങൾക്ക് പുറത്താണ് ആരംഭിക്കുന്നത്. അവിടുന്ന് കഴിയുന്നതും വേഗം തന്നെ ഇവിടെ നിന്നും പോകുന്നതായിരിക്കും ഉത്തമം. പോകുന്നതാണ്, തീർച്ചയായും പോകുന്നതാണ്. പക്ഷേ തനിച്ചായിരിക്കില്ല പോകുന്നത്. നിങ്ങൾ ശിവഭക്തരെയും ഒപ്പം കൊണ്ടുപോകുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ ദൈവം അഘോരിയായ ശിവൻ നിങ്ങളുടെ പുറകെ തന്നെ നമ്മുടെ പ്രതികാരം പൂർത്തിയാക്കുന്നതിന് നമ്മുടെ അടുക്കൽ വരേണ്ടതാണ്. സൈനികരെ, ഇവരെ ബന്ധനസ്ഥരാക്കൂ. ഹര ഹര മഹാദേവ, 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 ഹര ഹര മഹാദേവ. മതിയാക്കൂ ഈ ബഹളം, മതിയാക്കൂ. നമുക്കറിയാം നിങ്ങളുടെ മായാവിയായ ശിവന്റെ വാസ്തവികത. അവൻ മായാശക്തികളുടെ അധിപനാണെന്നും നമുക്കറിയാം. പക്ഷേ നാം നിന്നെ ഭയപ്പെടുന്നവരല്ല കാപാലിക. ബ്രഹ്മപുത്രനാണ് നാം. നാം ബ്രഹ്മപുത്രനായ പ്രജാപതി ദക്ഷൻ വെല്ലുവിളിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ മുന്നിലേക്ക് വരൂ.